കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലാണ് ചർച്ചകൾ സജീവമായിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം. ശബരിമല അടക്കം കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഏക സിവിൽ കോഡ് നിലവിൽ വന്നാൽ ഉടൻ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കുമെന്നും എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഏറ്റെടുക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. കോട്ടയം പാലായിൽ നടന്ന കലിംഗ് സഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പരാമർശങ്ങൾ. ആദ്യം കേൾക്കാം സുരേഷ് ഗോപിയുടെ വാക്ക്. ആ തീരുമാനം പൂർണ്ണമായി നടക്കണമെന്ന് യൂണിഫോം സിവിൽ കോഡ് വരുത്തും. അന്ന് അതിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ തസ്കരന്മാരാരാണെന്ന് നിങ്ങൾ പ്രത്യേകം കുറിച്ചു വെച്ചോളൂ. അവരൊന്നും ഈ രാഷ്ട്രീയ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. തുല്യതയ്ക്ക് വേണ്ടിയാണ്. എല്ലാ വ്യക്തിക്കും തുല്യത, എല്ലാ ജാതിക്കും തുല്യത. അത് വന്നു കഴിഞ്ഞു. ഇതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്ന സൂചന നൽകുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏക സിവിൽ കോഡ് വരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കും. ഇതോടുകൂടി രാജ്യത്തെ ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് വരും. സ്വാഭാവികമാണ് ശബരിമല ക്ഷേത്രവും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് വരുമെന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾക്ക് പിന്നിൽ സ്വാഭാവികമായും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം പ്രകടമാണ്. ഏത് പശ്ചാത്തലത്തിൽ ആണ് ഈ വാക്കുകൾ വരുന്നതെന്ന് കൂടി പ്രസക്തമാണ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അദ്ദേഹം 2023 സമാനമായ പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയ ഘട്ടത്തിലാണ് ഈ പരിപാടിയിൽ അദ്ദേഹം ഇത്തരമൊരു പ്രയോഗം നടത്തുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ശബരിമലയിലേക്ക് നിയന്ത്രണം വരുന്നു എന്നത് ഏറെ വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചയാണ്, പ്രസ്താവനയാണ്. സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം എന്താണ്? യഥാർത്ഥത്തിൽ ഇത് BJPയുടെ അജണ്ടയിലുള്ള വിഷയം തന്നെയാണ്. സജിത്ത്, തീർച്ചയായും സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലും സമാനമായ ആവശ്യം, അത് ഏകീകൃത സിവിൽ കോഡിലൂടെ എന്നുള്ളതല്ല, ഒരുപക്ഷെ പ്രവർത്തകർ, നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഇത്തരം അവിശ്വാസികളെ ശബരിമലയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു. അണ്ണാമലൈ പ്രസംഗിച്ചതടക്കം ഇത്തരം കാര്യങ്ങളാണുള്ളത്. ക്ഷേത്രങ്ങൾ, ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് തേജസ്വി സൂര്യ ചൂണ്ടിക്കാട്ടിയത്. അത് ധർമ്മസ്ഥലം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്താകമാനമുള്ള ഇത്തരം പ്രശ്നങ്ങൾ സംഘപരിവാറിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ വേണം ഈ ഒരു സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ച വിഷയത്തെ അവരെങ്ങനെ എടുത്തു കാണിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും ഏകീകൃത സിവിൽ കോഡ് വരും. അതിനുശേഷം ഇത്തരം സംവിധാനങ്ങളൊക്കെ എല്ലാം കേന്ദ്രത്തിൽ തന്നെ ഒരു ദേവസ്വം വരുമെന്ന് അദ്ദേഹം തുറന്നു തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ബില്ലുണ്ടാകുമെന്നും അദ്ദേഹം പാലായിലെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി നേരിട്ട് തന്നെ പറയുന്നുണ്ട്. അതോടുകൂടി ഈ ശബരിമല പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അവിടെ ഒരു ഭക്തൻ, ആ ക്ഷേത്രത്തിന്റെ അധികാരി തന്നെ, ഭരണാധികാരിയായ ഒരാൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് താൻ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം അതിനൊരു പരിഹാരം ഉണ്ടാകാതെ ശബരിമല പടി ചവിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. സുരേഷ് ഗോപിയും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ തീരുമാനമെടുത്ത ആളാണ് എന്ന്. അങ്ങനെ നിൽക്കുന്ന നിരവധി സംഘപരിവാർ പ്രവർത്തകരുണ്ട്, കേസടക്കം അനുഭവിക്കുന്നവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശബരിമല ഏറെക്കാലമായുള്ളതാണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. അതിനും സുരേഷ് ഗോപി ഒരു ഇപ്പോഴത്തെ പ്രതിസന്ധി എന്തെന്ന് പറയുന്നുണ്ട്. ഫെഡറൽ തത്വങ്ങൾ നിൽക്കുന്നു, അത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഒന്നും എടുക്കാത്തത്. ശബരിമലയെ സംബന്ധിച്ച് കൃത്യമായ ഡിസൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ ഉണ്ട് എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. നമുക്കറിയാം സുരേഷ് ഗോപി അന്ന് നേരത്തെ ഒക്കെ MP ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് അത്രയും അധികം ബന്ധമുള്ള ആളുകൂടിയാണ്. അങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത് ഇങ്ങനൊരു നീക്കമുണ്ട് എന്നത് നമ്മൾ എന്തായാലും വിശ്വസിക്കേണ്ടി വരും. നാളെ എന്ത് സംഭവിക്കും, ഇതിന് നിയമക്കുരുക്കുകളുണ്ടോ എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ശബരിമല ഉൾപ്പെടെയുള്ള ഇത്തരം ആരാധനാ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു. അത് ഒരു നിയമത്തിലൂടെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായി തുറന്ന കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അത് സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ്. ഇത്തരം CPM ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിനിധികളാണ് ശബരിമലയിൽ ഉൾപ്പെടെ ഭരിക്കുന്നത്. അവിശ്വാസികളാണ്, അവർ ചെയ്യുന്നത് വിശ്വാസത്തിന് ചേർന്ന കാര്യങ്ങളല്ല പലതും ചെയ്യുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇതിനൊരു ഫലത്തിലൊരു നീക്കം നടത്തുകയും ചെയ്യുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയല്ല, വളരെ കാലങ്ങളായി തന്നെ മുൻപ് തന്നെ ഉള്ളതാണ്. ശബരിമല പ്രക്ഷോഭത്തിന് മുൻപ് തന്നെയുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു.
അമിത്ഷാ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഏറ്റവും അടുത്ത് സിവിൽ കോഡ് വരുന്നു എന്നുള്ളത്. അത് വരുന്നതോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്നലെ സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അതിലേക്ക് പോകും. എപ്പോൾ എങ്ങനെ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതിനായി കാത്തിരിക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, ഈ ശബരിമല പ്രക്ഷോഭ കാലത്തെ സമരരംഗത്തുണ്ടായിരുന്ന നിരവധി കേസുകളിൽപ്പെട്ടവരുണ്ട്. ആ കേസ് പിൻവലിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ വീണ്ടും ഒരു ഘട്ടത്തിന് ശേഷം ഉയരുന്നു. SNDP ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നു. സംഘപരിവാർ സംഘടനകൾ നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യങ്ങളിൽ പെട്ടുപോയ ഒരു വിഭാഗം അണികൾ ഇപ്പോൾ BJPക്കും RSSന്റെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവരുണ്ടല്ലോ, ഇവർക്കിടയിലേക്ക് ഈ പ്രചരണം ഇപ്പോൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമാണ്? BJP ഇത് കൃത്യമായ ഒരു അജണ്ടയായി ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കപ്പുറം ഇതൊരു പ്രചരണ വിഷയമായി സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് ശ്രീജിത്ത്? അത് വലിയ രീതിയിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സജിത്ത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് കണ്ട അയ്യപ്പ സംഗമം. അത് ശബരിമല സംരക്ഷണ സംഗമം. അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു. സംഘപരിവാർ സംഘടനകൾ ഏറ്റവും തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്ന് മാത്രം ആളുകളെ കൊണ്ടുവരാനാണ് ശ്രമിച്ചതെങ്കിൽ ഈ ഒരു പ്രശ്നം, ശബരിമല പ്രശ്നം എത്രത്തോളം വിശ്വാസികൾക്കിടയിലും തങ്ങളുടെ പ്രവർത്തകർക്കിടയിലും വൈകാരികമായ ഒരു വിഷയമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായത് എന്നും അവർ പറയുന്നുണ്ട്. ഇതേ വിഷയം ഇപ്പോൾ സർക്കാരിനോട് ചേർന്ന് നിന്നു NSSും SNDPയും ഒക്കെ എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ കേസുകൾ പിൻവലിക്കണമെന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളിയും G സുകുമാരൻ നായർക്കും ഒക്കെ ഒരേ അഭിപ്രായമാണുള്ളത്. കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പ് ആ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് സംഘപരിവാർ നേതാക്കൾ. അവരോട് സംസാരിച്ച ശേഷം തങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ നേതാക്കൾ കഴിഞ്ഞ ദിവസം സെമിനാറിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഉറപ്പ് ഒരുപക്ഷെ കിട്ടിക്കാണും. അങ്ങനെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന NSSന്റെയും SNDPയുടെയും ആവശ്യം തള്ളിക്കളയാൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏറ്റവും തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ആ മേഖലയിൽ ഒരു വൈകാരിക ചലനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു തുടർ ഭരണത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ ശ്രമം തന്നെ എന്ന് തന്നെ വിലയിരുത്താവുന്ന നിലയിൽ അത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് NSSും SNDPയും ഇപ്പോൾ അത് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ. പക്ഷേ അതിൽ തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പന്തളത്തെ സംഗമത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചത് 2018 പ്രക്ഷോഭം അവിടെ തീർന്നു. പക്ഷേ ഈ പ്രശ്നം അതൊരു ശബരിമല വിമോചന സമരമാണ് എന്നാണ് കുമ്മനം ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് കേവലം ശബരിമലയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഇറക്കണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ഇറക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണ്ണാമലയും തേജസ്വി സൂര്യയും മറ്റ് സംഘപരിവാർ നേതാക്കളും ഒക്കെ പ്രസംഗിച്ചത്. വിശ്വാസികളെ ഭരണം ഏൽപ്പിക്കണമെന്നുള്ളത് കാലങ്ങളായുള്ള, ഈ പ്രക്ഷോഭ സമയത്ത് മാത്രമല്ല അതിനു മുൻപ് തന്നെയുള്ള ആവശ്യമാണ്. അതിന് അത്തരത്തിലുള്ള സംവിധാനം, തിരുപ്പതി മോഡൽ സംവിധാനം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പലപ്പോഴും വികസനം വേണമെന്നൊക്കെയാണ് അവർ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് കേവലം BJP ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് RSSും മറ്റ് സംഘപരിവാർ സംഘടനയും ഒക്കെ വളരെ കാര്യമായി ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നാൽ ഇപ്പോൾ കേന്ദ്രം നിയമിക്കുന്ന ഒരു സമിതിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതി വന്നാൽ തീർച്ചയായും സ്വാഭാവികമായും ഇത്തരം ആളുകളായിരിക്കും അതിന്റെ ഭരണ തലത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നോമിനികളായി വരാനുള്ള സാധ്യത എന്നൊക്കെയുള്ളത് കൊണ്ട് ഭരണം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നും അവർ കരുതുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ സാധ്യതയുണ്ടോ? നിയമസാധ്യതയുണ്ടോ? കോടതികളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? പുതിയ നിയമം വന്നാൽ തന്നെ അത് നിലനിൽക്കുമോ? ഇതൊക്കെ തീർച്ചയായും നിയമപരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അതിനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു, ആസൂത്രണം നടക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് സുരേഷ് ഗോപി തുറന്നു പറയുകയും ചെയ്തത്. സജിത്ത്, എന്തായാലും BJPയെ സംബന്ധിച്ച് ഇതൊരു വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. കാരണം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുന്നു